ഹലോ ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ചെറിയൊരു കറക്കോട്ടോ തുഫായിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെസ്റ്റോ നമുക്ക് വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാനും ഇക്കയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇന്ന് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ആണെങ്കിലും നമ്മൾ നെസ്റ്റോയിൽ പോയി ചെറിയൊരു കുഞ്ഞ് പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ. എന്താകുമോ എന്തോ. അപ്പോൾ ആണെങ്കിലും ഈ പൊട്ട ക്യാമറയിലാണോ നീ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് കേട്ടവരൊക്കെ ചോദിക്കണേ. പക്ഷേ ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് വീഡിയോ വിട്ട് മറ്റൊരു കളിയില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഷൂട്ട് ചെയ്ത് നടന്നു. അവരിങ്ങനെ മുന്നേ പറയാൻ നടന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴേക്കും എന്നാണെങ്കിലും ടർക്കിയൊക്കെ ഇട്ട് തണുപ്പിനെ വകവയ്ക്കാതെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അപ്പോൾ സിഗ്നൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സിഗ്നലിനെ വകവയ്ക്കാതെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനുള്ള അറ്റംപ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷേക്കായും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ റോഡ് ക്രോസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞത് നെസ്റ്റോയിലോട്ട് പോകാനായിട്ട്. നെസ്റ്റോ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണ്. പർച്ചേസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നെസ്റ്റോയിൽ പോയി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താ പറയുക, രാത്രി നെസ്റ്റോ അടയ്ക്കാനുള്ള ടൈമായെന്നൊക്കെ പറഞ്ഞ് ഷൈക്കായും ഫ്രണ്ട്സ് ഓടണമാണ് കേട്ടോ കാണുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും തിരക്കായിരുന്നു. നല്ല ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരാ വഴിയും പോയി, ഞങ്ങൾ ഈ വഴിയും പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പുടുക്കുഞ്ഞിനെ ചെന്ന ഉടനെ തന്നെ ഒരു ട്രോളിയിലാക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഒരു പാകുട്ടീനെ കണ്ടാണ് കേട്ടോ. അത് എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. വേണ്ട, അതിനകത്ത് നിറച്ച് എന്തോ മുത്തുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ചെന്ന വഴി അമ്പുടുക്കുഞ്ഞിനെ നമ്മൾ ട്രോളിയിലാക്കിയിട്ട് പിന്നെ നമ്മുടെ സഞ്ചാരം. അമ്പുടുവിനാണെങ്കിലും ഇതിൻ്റെ അകത്ത് കയറി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ഒരു ചെറിയ പേടിയായിരുന്നു, പിന്നെ വലിയ കാര്യമാക്കിയില്ല കേട്ടോ. പുള്ളിക്കാരിയാണെങ്കിലും നല്ലത് സന്തോഷത്തോട് കൂടിയിട്ട് അതിൻ്റെ അകത്ത് യാത്ര തുടരും. ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ പുള്ളിക്ക്. ആദ്യം നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിത്തിരിഞ്ഞ് നോക്കിയിട്ടോ. അപ്പോൾ ആണെങ്കിൽ നല്ല ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിലും ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാനാണെങ്കിലും ഡ്രസ്സൊന്നും എടുത്തില്ല. നമുക്ക് ചുമ്മാ ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പോയത് അമ്പുടുക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ തലേന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചത്, കാരണം തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഷായിക്കായ പോയി അമ്പുടുക്കുഞ്ഞിന് എന്നാൽ ഒരു ചെരുപ്പ് നോക്കിയേക്കാന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അമ്പുടുവിന് ചെരുപ്പ് മേടിച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണമാണെങ്കിൽ പുള്ളിക്കാരി ചെരുപ്പ് ഇടില്ല, സോക്സ് ഇടില്ല, ഒന്നും ഇടില്ല കേട്ടോ. അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഊരി എടുത്തിട്ട് എറിയും കേട്ടോ. അതാണ് കേട്ടോ മെയിൻ പരിപാടി. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്പുടുവിന് ചെരുപ്പൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു മിറർ കണ്ടു. അവിടെ നിന്നാണേലും ചെറുതായിട്ട് ഞങ്ങളുടെ രണ്ടുപേരെയും വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെന്നാൽ ഒരു ചെരുപ്പ് എടുത്തേക്കാന്നൊക്കെ വിചാരിച്ച് ഞാനും കുറേ ചെരുപ്പ് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ എൻ്റെ പാകത്തിനുള്ളൊന്നും കിട്ടില്ല. അവിടെ ചെന്നപ്പോൾ അടിപൊളി ഒരു ഹൈ ഹീൽഡ് ചെരുപ്പ് കണ്ടപ്പോൾ വെറുതെ ഒന്നിട്ട് ചെരുപ്പൊന്ന് ഫോക്കസ് ചെയ്ത് സൈഡിൽ കാണിച്ചേ. ഷേക്ക് പറഞ്ഞ് വേണേ എടുത്തോ, അടിപൊളി ചെരുപ്പൊക്കെയാണ്, വേണേ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും കിട്ടിയതല്ലേ, നമുക്കൊന്ന് ഇട്ട് നോക്കിയൊരു വീഡിയോ പിടിച്ചേക്കാന്ന് വിചാരിച്ച് ഞാനങ്ങനെ സ്ലോ മോഷനിൽ നടക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റായിരുന്നു. പിന്നെ ആണെങ്കിലും ആ ചെരുപ്പ് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളങ്ങനെ യൂസ് ഒന്നും ചെയ്യില്ല കേട്ടോ. ഇവിടെ ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ചെരുപ്പ്, പക്ഷേ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പോസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, നെസ്റ്റോയിൽ വന്ന് പർച്ചേസ് ഒന്നും ചെയ്തില്ലെങ്കിലും ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. ഞങ്ങൾ അങ്ങനെ തേരാ പാര നടന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്.